സൂര്യവംശത്തിലെ തിലകമായ ദശരഥൻ്റെ കാലഘട്ടത്തിൽ അയോധ്യ സ്വർഗതുല്യമായി മാറി. അയോധ്യയിലെ കുലഗുരു വസിഷ്ഠ മഹർഷിയായിരുന്നു. അദ്ദേഹം വളരെ പ്രശസ്തനായിരുന്നു. പണ്ട് കാലഘട്ടത്തിൽ രാജ്യകാര്യങ്ങൾ നോക്കിയിരുന്നത് ഈശ്വരീയതയുള്ള, സമാധാനമുള്ള, ജ്ഞാനസമ്പന്നരായ ഋഷീശ്വരന്മാരെ മുഖ്യ ഉപദേഷ്ടാക്കളാക്കി മാറ്റിയിട്ടാണ്. ഇന്നത്തെ കാലഘട്ടം പരിശോധിച്ച് നോക്കിയാൽ പോലും ഇന്നും നമ്മുടെ ഉപദേഷ്ടാക്കൾ പലപ്പോഴും രാജ്യഭരണകാര്യങ്ങളിൽ, നമ്മുടെ ഭരണകാര്യങ്ങളിൽ അവർക്ക് വലിയ സ്ഥാനമുണ്ട് എന്ന് നമുക്ക് അറിയാം. പക്ഷെ അവരൊക്കെ ഈശ്വരവിശ്വാസികളൊക്കെ ആണോ എന്ന് ചോദിച്ചാൽ അത് വളരെ സംശയപരമായി നമ്മൾ ചിന്തിക്കേണ്ടി വരും. അപ്പോൾ കുലഗുരുവായിരുന്നു വസിഷ്ഠൻ. വസിഷ്ഠൻ്റെ നിർദ്ദേശത്താൽ ദശരഥൻ രാജ്യം ഭരിച്ചു. ദശരഥൻ ആദ്യം വിവാഹം കഴിച്ചത് കോസല രാജ്യത്തെ രാജകുമാരിയായ കൗസല്യയായിരുന്നു. തുടർന്ന് സുമിത്രയെ വിവാഹം കഴിച്ചു. ദശരഥൻ ആദ്യം വിവാഹം കഴിച്ചിരുന്നത് കോസല രാജ്യത്തിലെ രാജകുമാരിയായ കൗസല്യയായിരുന്നു. തുടർന്ന് കേകയ രാജവംശത്തിലെ അശ്വജിത്തിൻ്റെ മകളായ കൈകേയിയെയും അതിനുശേഷം വളരെ സമാധാനകാംക്ഷിയും സ്നേഹസമ്പന്നയുമായ കാശി രാജ്യത്തിലെ സുമിത്രയെയും വിവാഹം കഴിച്ചു. ഇതിൽ ദശരഥ മഹാരാജാവ് കേകയ രാജകുമാരിയായ കൈകേയിയെ വിവാഹം കഴിക്കുന്നത് മറ്റൊരു സാഹചര്യത്തിലാണ്. കേകയ രാജ്യത്തിലൊരു ആയുധാഭ്യാസം നടക്കുന്നതായ അവസരത്തിൽ, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ അവിടുത്തെ ചീഫ് ഗസ്റ്റായി, വിശിഷ്ടാതിഥിയായി, ചീഫ് ജഡ്ജായി ദശരഥ മഹാരാജാവ് ക്ഷണിക്കപ്പെട്ടു. ആയോധനാഭ്യാസം കണ്ട് ഹർഷാരവം മുഴക്കുന്നു കാണികൾ. അതിനിടയ്ക്ക് ഒരു പെൺകുട്ടി നിർത്താതെ കൈയടിക്കുന്നത് ദശരഥ മഹാരാജാവിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. നമ്മുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ ദശരഥൻ പിന്നീട് ആയുധാഭ്യാസം കാണാൻ വളരെ കുറച്ച് ശ്രദ്ധയെ കൊടുത്തോളൂ. ആ പെൺകുട്ടിയുടെ അപാരമായ സൗന്ദര്യം ദശരഥൻ്റെ ഹൃദയത്തെ വല്ലാതെ കീഴ്പ്പെടുത്തിയിരുന്നു. ആ അഭ്യാസ പ്രകടനമൊക്കെ കണ്ടു പോകാൻ നേരത്ത് ദശരഥൻ അശ്വജിത്തിനോട് പറയുന്നു, ആ പെൺകുട്ടിയെ എനിക്ക് വിവാഹം കഴിച്ചു തരണം. അശ്വജിത്ത് പറയുകയാണ്, അതെൻ്റെ മകളായ കൈകേയിയാണ്, വളരെ മിടുക്കിയാണ്, എങ്കിലും അങ്ങ് പ്രായത്തിൽ അവളേക്കാൾ ഒരുപാട് മൂത്തതാണ്, അവളൊരു കൊച്ചു പെൺകുട്ടിയാണ്. അങ്ങയുടെ ഭാര്യയായി തീരാൻ സാധിക്കുന്നത് ജന്മപുണ്യമാണ് എങ്കിൽ പോലും ഇതൊരു വിഷമകരമായ സന്ധിയെയാണ് ഞാൻ അഭിമുഖീകരിക്കുന്നത്. ദശരഥൻ പറയുന്നു, 50 കഴിഞ്ഞെങ്കിലും എന്നിൽ നിന്ന് യൗവനം അല്പം പോലും ചോർന്നു പോയിട്ടില്ല. തന്നെയുമല്ല, ഒരു പെൺകുട്ടിയെ പോറ്റാൻ എനിക്ക് സാധിക്കും. അവളെ എൻ്റെ ഭാര്യയായി വിട്ടുതരണം. ഞാൻ എൻ്റെ കൗസല്യക്കൊപ്പം സ്ഥാനം അവൾക്ക് നൽകിക്കൊള്ളാം. വീണ്ടും കേകയ രാജാവിൻ്റെ മുഖം വല്ലാതെ മങ്ങുമ്പോൾ ദശരഥൻ മറ്റൊരു കാര്യം ഉറപ്പ് കൊടുക്കുന്നു. കാരണം കൗസല്യയ്ക്ക് സന്തതികൾ ഇല്ലല്ലോ, ആൺമക്കളില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ കൈകേയിൽ നിന്ന് തനിക്കുണ്ടാകുന്ന മകനെ രാജ്യാഭിഷേകം ചെയ്ത് യുവരാജാവാക്കി മാറ്റാം, അടുത്ത അവകാശിയാക്കി മാറ്റാം എന്ന് ഉറപ്പ് കൊടുക്കുക. കൈകേയിയുടെ പിതാവിനും സഹോദരനും ഈ നിർദ്ദേശം വല്ലാതെ ഇഷ്ടപ്പെട്ടു. തുടർന്ന് കൈകേയിയെ കൗസല്യയ്ക്ക് തുല്യയായി, പട്ടമഹിഷിക്ക് തുല്യയായി അവരോധിക്കുകയും കൈകേയി ഗേഹത്തിൽ തന്നെ ദശരഥ മഹാരാജാവ് എപ്പോഴും വസിക്കുകയും കൈകേയിയുടെ ഇംഗിതത്തിന് അനുസൃതമായി ജീവിക്കുകയും ചെയ്തു. ഈ 3 ഭാര്യമാരിലും സന്തതികളില്ലാതെ വന്നപ്പോൾ ദശരഥ മഹാരാജാവ് പുത്രകാമേഷ്ടി യാഗം നടത്തുകയാണ് വസിഷ്ഠ മഹർഷിയുടെ നിർദ്ദേശപ്രകാരം. അതിന് ലോമപാത മഹർഷിയുടെ മകളായ ശാന്തയുടെ ഭർത്താവായ ഋഷ്യശൃംഗൻ, മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ
വിഭാണ്ഡക മഹർഷിയുടെ മകനായ ഋഷ്യശൃംഖനെ വിളിച്ചു വരുത്തി യാഗം, പുത്ര കാമേഷ്ടി യാഗം നടത്തുന്നു. ഇതിനെക്കുറിച്ച് മറ്റൊരു കഥ സൂചിപ്പിക്കുന്നുണ്ട്. ഈ 3 ഭാര്യമാരെയും കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ദശരഥൻ നർമ്മദ എന്നു പേരുള്ള ഒരു പെൺകുട്ടിയെ ഗാന്ധർവ വിധി പ്രകാരം പരിണയിച്ചിരുന്നു എന്ന് സൂചിപ്പിക്കുന്നു. ആ നർമ്മദ ലോമപാദൻ എന്ന അംഗരാജ്യത്തിലെ രാജാവിൻ്റെ മകളായിരുന്നു. ഗാന്ധർവവിധി പ്രകാരം നർമ്മദയെ സ്വീകരിച്ച് നർമ്മദയുടെ അച്ഛനോട് അവളെ തനിക്ക് വിവാഹം കഴിച്ചു തരണമെന്ന് ദശരഥൻ ആവശ്യപ്പെടുമ്പോൾ ലോമപാദൻ ദശരഥനോട് പറയുന്നു, നിങ്ങൾക്ക് ജനിക്കുന്ന ആദ്യത്തെ മകളെ എനിക്കിങ്ങ് തരണം, ഞാൻ അവളെ പൊന്നോമനയായി വളർത്തിക്കൊള്ളാം. ദശരഥൻ അത് സമ്മതിക്കുന്നു. കാലഘട്ടം മുന്നോട്ട് പോകുന്നു. തിരികെ വരാം എന്ന് പറഞ്ഞു പോകുന്ന അന്നത്തെ നേമിയായ ദശരഥൻ പിന്നീട് പല കാരണങ്ങളാൽ തിരികെ എത്താതെ വിഷമിക്കുന്നു. ഒരിക്കൽ ലോമപാദനിൽ നിന്ന് അംഗരാജ്യത്ത് നിന്നൊരു സന്ദേശം ലഭിച്ച് ദശരഥൻ അവിടെ എത്തുമ്പോൾ നർമ്മദയെ സൂതികാലയം അഥവാ പ്രസവമുറിയിലേക്ക് പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. നർമ്മദ പൂർണ്ണ ഗർഭിണിയായിരുന്നു. ദശരഥൻ ഇതറിഞ്ഞതേയില്ല. ദശരഥൻ്റെ കുഞ്ഞിനെയാണ് നർമ്മദ ഉദരത്തിൽ പെറിയിരുന്നത്. ആ സൂതികാലയത്തിൻ്റെ പ്രസവമുറിയുടെ മുന്നിൽ ഇവർ നിൽക്കുമ്പോൾ അകത്തു നിന്നൊരു കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കുന്നു. കുഞ്ഞിനെയും കൊണ്ട് തോഴിമാർ എത്തിയിട്ട് പറഞ്ഞു, ഇതൊരു പെൺകുഞ്ഞാണ്. കുറേ നേരം കഴിഞ്ഞ് വീണ്ടും എത്തിയിട്ട് പറഞ്ഞു, കുഞ്ഞിനെ മാത്രമേ രക്ഷപ്പെടുത്താൻ സാധിച്ചുള്ളൂ, നർമ്മദ തിരിച്ചു പോയിരിക്കുന്നു, മരണപ്പെട്ടു പോയിരിക്കുന്നു എന്ന ദുഃഖവാർത്ത അറിയിക്കുന്നു. ലോമപാദനോട് പറഞ്ഞ വാക്കുപ്രകാരം കുഞ്ഞിനെ ലോമപാദൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ച് ദശരഥ മഹാരാജാവ് തിരികെ പോകുന്നു. ആ കുഞ്ഞിന് ശാന്ത എന്ന് നാമകരണം ചെയ്ത് തൻ്റെ മകളായി ലോമപാദൻ വളർത്തുന്നു. പിൽക്കാലഘട്ടത്തിൽ അംഗരാജ്യത്ത് മഴയില്ലാതെ വന്നപ്പോൾ വിഭാണ്ഡക മഹർഷിയുടെ മകനായ ഋഷ്യശൃംഖനെ ക്ഷണിച്ചു വരുത്തി യാഗം നടത്തി മഴ പെയ്യിക്കുകയും ഋഷ്യശൃംഖൻ തിരികെ പോകാതിരിക്കുന്നതിന് വേണ്ടി തൻ്റെ രാജ്യത്തിനു വേണ്ടി തൻ്റെ മകളായ ശാന്തയെ ലോമപാദൻ വിവാഹം കഴിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. പണ്ട് കാലഘട്ടത്തിൽ രാജാക്കന്മാർ ഈശ്വരീയമായ കർമ്മങ്ങൾ, യാഗ യജ്ഞ കർമ്മങ്ങളൊക്കെ നടത്തിയിരുന്നത് പ്രകൃതി സംബന്ധമായ ദുരിതങ്ങളെ അതിജീവിക്കുന്നതിന് വേണ്ടിയായിരുന്നു. പ്രജാക്ഷേമ തൽപരരായിരുന്നു രാജാക്കന്മാർ. ലോമപാദൻ ആ നാട്ടിൽ പ്രകൃതീശ്വരിയായ ദേവിയുടെ അനുഗ്രഹ കടാക്ഷത്താൽ മഴ പെയ്യിച്ചു എന്നുള്ളതിന് പകരമായി തൻ്റെ മകളെ കൊടുക്കുകയാണ് ലോമപാദൻ ചെയ്തത്. ആ ശാന്തയെയും കൂട്ടിക്കൊണ്ടാണ് ഋഷ്യശൃംഖൻ, കാലത്തിൻ്റെ നിയോഗം എന്ന് തന്നെ പറയട്ടെ, ദശരഥ പത്നിമാർക്ക് ദശരഥനിൽ നിന്ന് സന്തതി സൗഭാഗ്യമില്ലാതെ വന്നപ്പോൾ പുത്ര കാമേഷ്ടി യാഗം നടത്തുന്നതിന് വേണ്ടി വന്നെത്തിയത്.